ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെയും സ്വന്തം മന്ത്രിയെയും അടക്കം രൂക്ഷമായി വിമർശിച്ച CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ്. തെരഞ്ഞെടുപ്പ് പരാജയം സർക്കാർ പരാജയമാണ് എന്നതിന്റെ ഉദാഹരണമാണ്. മന്ത്രി GR അനിലും ഭക്ഷ്യവകുപ്പും നാടിനു നാണക്കേടാണ്. സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനം. രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. രാഗിൻ, CPIയുടെ വിമർശനം, CPIയുടെ അതൃപ്തി പല രൂപങ്ങളിൽ പുറത്തുവരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അതിപ്പോൾ ഏറ്റവും കടുത്ത ഭാഷയിൽ എറണാകുളത്ത് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ. മധു, LDF 18 സീറ്റിൽ ഇക്കുറി തോറ്റിരുന്നു. അതിൽ തന്നെ CPI മത്സരിച്ച 4 സീറ്റിലും വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇതിനു പിന്നാലെയാണ് ജില്ലാ നേതൃയോഗങ്ങൾ ചേരുന്നത്. എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്ന കടുത്ത വിമർശനം സർക്കാരിനും അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും എതിരെയായിരുന്നു. അതിൽ പ്രധാനമായും സ്വന്തം മന്ത്രിയെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ CPI വിമർശിച്ചിട്ടുണ്ട്. GR അനിലിനെ കുറിച്ച് പറഞ്ഞത് GR അനിലും അതോടൊപ്പം തന്നെ വകുപ്പും ഈ നാടിന് തന്നെ നാണക്കേടാണ് എന്നാണ്. അതായത് പ്രത്യേകിച്ചും ഈ പാവപ്പെട്ടവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പ് ാണ് ഭക്ഷ്യവകുപ്പ്. അവിടെ ഈ സപ്ലൈകോയിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്ത വിഷയങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗങ്ങൾ എടുത്തു പറഞ്ഞു. സർക്കാരിൻ്റെ പരാജയം ആണ്, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആധാരമായി വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സർക്കാരിൻ്റെ പരാജയം കൊണ്ടുണ്ടായതാണ് എന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ധനവകുപ്പിനെതിരെ വിമർശനം വന്നു. ധനവകുപ്പിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നല്ലതെന്ന് പറയാൻ ഒരു മന്ത്രി പോലും ഇല്ല എന്ന കാര്യമാണ് പ്രധാനമായും ഉയർന്നത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചില അംഗങ്ങൾ എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. ഇനിയും തിരുത്തിയില്ലെങ്കിൽ കടുത്ത നിലയിലേക്ക്, കടുത്ത പരാജയമാണ് ഭാവിയിൽ വരാനിരിക്കുന്നത് എന്ന വിമർശനവും അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. നേരത്തെ CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി നേതൃയോഗത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും അടക്കം വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചത് എന്ന പൊതുവികാരമാണ് ഈ യോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. മാധു.